നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പകരം വീട്ടാൻ ഭാരതം. പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി ഉടനെന്ന് സൂചന. പടപ്പുറപ്പാടിന്റെ ചിത്രങ്ങൾ പങ്കുവച്ച് നാവികസേന. പരിഭ്രാന്തിയിൽ പാകിസ്ഥാൻ. പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ച ബലോച്ച് വിമോചന പോരാളികൾ. പഹൽഗാം ഭീകരർക്ക് തൊട്ടടുത്ത് സുരക്ഷാ സേന. കുൽഗാം മലനിരകൾ വളഞ്ഞു. ജീവനോടെ പിടികൂടാൻ നിർദ്ദേശം. ഭീകരർ ഉപയോഗിക്കുന്നത് ചൈനീസ് വാർത്താവിനിമയ സംവിധാനമെന്ന് റിപ്പോർട്ട്. തയ്യാറെടുപ്പിൽ രാജ്യ തലസ്ഥാനം. ഇന്ന് സൂപ്പർ ക്യാബിനറ്റ്. രാഷ്ട്രീയകാര്യ മന്ത്രിസഭാ സമിതി യോഗം പുൽവാമയ്ക്ക് ശേഷം ഇതാദ്യം. സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം ഡൽഹിയിൽ. തൃശ്ശൂർ പേരൂരിന് ഇനി പൂരം നാളുകൾ. തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറി. ഘടകക്ഷേത്രങ്ങളിൽ ഒരു പകൽ നീളുന്ന കൊടിയേറ്റ ചടങ്ങുകൾ. തൃശ്ശൂർ പൂരം മെയ് 6. കാഞ്ചി കാമകോടി പീഠം മഠാധിപതിക്ക് യുവ പിൻഗാമി. സന്യാസ ദീക്ഷ സ്വീകരിച്ച് ഡുഡു സത്യവെങ്കട സൂര്യ സുബ്രഹ്മണ്യ ഗണേശ ശർമ്മ ദ്രാവിഡ്. അക്ഷയ തൃതീയ ദിനത്തിൽ സന്യാസ ദീക്ഷ നൽകിയത് മഠാധിപതി ശ്രീശങ്കര വിജയേന്ദ്ര സരസ്വതി ശങ്കരാചാര്യ സ്വാമികൾ. പത്തനംതിട്ട ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രോത്സവം അലങ്കോലപ്പെടുത്താൻ CPM. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൂട്ടുപിടിച്ച് അന്യായ ഇടപെടലുകളെന്ന് ഭക്തർ. ഇന്ന് പ്രതിഷേധ നാമജപ ഘോഷയാത്ര. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കും. പ്രതികൾക്ക് ജാമ്യമില്ല. കഞ്ചാവ് കേസിൽ നിന്ന് MLA യു പ്രതിഭയുടെ മകനെ ഒഴിവാക്കി എക്സൈസ്. സംവിധായകൻ സമീർ താഫിറിനെ ചോദ്യം ചെയ്യാൻ എക്സൈസ്. ഷൂട്ടിംഗ് പരിശീലകൻ ദ്രോണാചാര്യ സണ്ണി തോമസ് അന്തരിച്ചു. നിര്യാണം കോട്ടയം ഉഴവൂരിലെ വീട്ടിൽ. മുൻ ദേശീയ ചാമ്പ്യനും 5 തവണ സംസ്ഥാന ചാമ്പ്യനും. ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ അഭിനവ് ബിന്ദ്രയ്ക്ക് നേടിക്കൊടുത്ത പരിശീലകൻ. ഭീകരതയ്ക്ക് മാപ്പില്ല. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ കുൽഗാം ജില്ലയിലെ മലനിരകളിലുണ്ടെന്ന് സുരക്ഷാ സേന. പ്രത്യേക ദൗത്യസംഘം പ്രദേശം വളഞ്ഞു. ഭീകരരെ ജീവനോടെ പിടികൂടാൻ ശ്രമിക്കണമെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടെ തുടർച്ചയായ 6ാം ദിവസവും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. നൌഷേര, സുന്ദർബാനി, അഖ്നൂർ മേഖലകളിലാണ് വെടിവെപ്പ്. ഭാരതം ശക്തമായി തിരിച്ചടിക്കുകയാണ്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ അതിൻ്റെ പ്രകോപനം തുടരുകയാണ്. പക്ഷേ ഭാരതം ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികളെ കയ്യോടെ പിടികൂടാൻ, ജീവനോടെ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് സുരക്ഷാ സേന നടത്തുന്നത്. അത് ഏറെ സങ്കീർണവുമാണ്. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. ജമ്മു കാശ്മീരിൽ നിന്നും നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരെ ജീവനോടെ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് സുരക്ഷാ സേന തുടരുന്നത്. പാകിസ്ഥാൻ അതിർത്തിയിലുള്ള മലനിരകളിൽ ഒളിഞ്ഞിരിക്കുന്ന അവരെ കൃത്യമായി നിരീക്ഷിക്കാൻ, അവർ എവിടെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരെ കയ്യോടെ കൊലപ്പെടുത്തുക എന്നുള്ളതല്ല, ജീവനോടെ പിടികൂടി ലോകത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കുക. തീവ്രവാദികൾക്ക് പിന്തുണ നൽകിയത് പാകിസ്ഥാനാണ് എന്ന് അവരെ കൊണ്ട് തന്നെ ഉറക്കെ പറയിപ്പിക്കുക. ഇതാണ് ഭാരതത്തിൻ്റെ ലക്ഷ്യം. കൃത്യമായ തെളിവുകൾ, തീവ്രവാദത്തിൻ്റെ പാകിസ്ഥാനിലുള്ള ബന്ധം, ഇത് കൃത്യമായി രേഖപ്പെടുത്തുക. അതുതന്നെയാണ് സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം. അതുകൊണ്ട് തന്നെ
ഇവരെ ജീവനോടെ പിടികൂടുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് സൈന്യം മുന്നോട്ട് നീങ്ങുന്നത്. മലനിരകൾ കേന്ദ്രീകരിച്ച് അവരുടെ തെരച്ചിൽ ഊർജിതവുമാണ്, അത് കൃത്യവുമാണ്. അതോടൊപ്പം തന്നെ ഭാരത പാകിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നുണ്ട്. അതിനെ ശക്തമായി ഭാരതം ചെറുക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ ശക്തമായ സൈനിക മുന്നേറ്റവും അതോടൊപ്പം തന്നെ തീവ്രവാദികളെ ജീവനോടെ പിടികൂടാനുള്ള സൈന്യത്തിൻ്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള മുന്നേറ്റവും എങ്ങനെ ഇപ്പോൾ ഈ നിമിഷത്തിൽ സൈന്യത്തിൻ്റെ നീക്കങ്ങളെ കാണാം? നന്ദഗോപൻ. വിനോദ്, ഇപ്പോഴും ഈ ഗുൽഗാം മലനിരകളിൽ ഇപ്പോഴും തിരച്ചിൽ സജീവമായി തന്നെ തുടരുകയാണ്. ഏതാണ്ട് 30 കിലോമീറ്ററോളം മലനിരകൾ ഇതിനോടകം തന്നെ പ്രത്യേക ദൗത്യ സംഘം, ജമ്മു കാശ്മീർ പോലീസ്, അതേപോലെ തന്നെ സൈന്യം, അതേപോലെ തന്നെ CRPF, ഈ 3 വിഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രത്യേക സംഘങ്ങളടങ്ങിയ ദൗത്യ സംഘം വളഞ്ഞിരിക്കുകയാണ്. പൂർണ്ണമായും ഇവർക്ക് പുറത്ത് കടക്കാൻ കഴിയാത്ത രീതിയിൽ ഇപ്പോൾ ബന്ദോസാക്കി എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തീവ്രവാദികൾക്ക് സമീപമായിട്ട് തന്നെ ഇവർ എത്തിയിരുന്നു, ഈ പ്രത്യേക ദൗത്യ സംഘം എത്തിയിരുന്നു. എന്നാൽ ഇവരെ ജീവനോടുകൂടി പിടികൂടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഈ പഹൽഗാം തീവ്രവാദവുമായി ബന്ധപ്പെട്ട് കശ്മീരിന്റെ പങ്ക്, ഈ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കണമെങ്കിൽ ഇവരെ ജീവനോടുകൂടി പിടികൂടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഇവരെ ജീവനോടുകൂടി പിടികൂടുവാൻ വേണ്ടിയുള്ള ദൗത്യമാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തീവ്രവാദ സംഘത്തിന്റെ അടുത്തേക്ക് പോലും ഇവരെത്തിയിരുന്നു. ഒപ്പം ഒരു ചെറിയ ഏറ്റുമുട്ടൽ ഈ മേഖലയിൽ നടന്നിരുന്നു. എന്നാൽ അവരെ ജീവനോടുകൂടി പിടികൂടേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് പ്രധാനമായും അവർക്ക് നേർക്ക് നിറയൊഴിക്കാതെ സൈന്യം പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതേസമയം ഇവരുടെ കയ്യിൽ ഈ ചൈന നിർമ്മിത സാറ്റലൈറ്റ് ഫോണുകൾ, അതേപോലെ തന്നെ ദിശ കണ്ടുപിടിക്കുവാനുള്ള നാവിഗേഷണൽ എക്യുപ്മെന്റ്സ്, ഇത്തരം എക്യുപ്മെന്റ്സ് അടക്കം ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരു മേഖലയിൽ നിന്നും മറ്റൊരു മേഖലയിലേക്ക് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പെഹൽഗാം തീവ്രവാദ ആക്രമണം കഴിഞ്ഞ് അവർ ആദ്യം അനന്തനാഗിലേക്കും അവിടെ നിന്നും ത്രാൽ മേഖലയിലേക്കും കടന്നിരുന്നു. പിന്നീടാണ് ഈ ഗുൽഗാം മലനിരകളിലേക്ക് അവർ അഭയം പ്രാപിച്ചത്. എന്നാൽ ഈ ഗുൽഗാം മലനിരകളിൽ കൃത്യമായി അവർ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് പുലർച്ചെ കൃത്യമായി ഈ പ്രത്യേക ദൗത്യ സംഘം ഈ വനമേഖലയെ ആകെ വളഞ്ഞിരിക്കുകയാണ്. ഏത് സമയവും അവരെ പിടികൂടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം അവർ ആക്രമണം നടത്തിയാലും ഒരുപക്ഷെ സൈന്യം പ്രത്യാക്രമണം നടത്താതെ അവരെ ജീവനോടുകൂടി പിടികൂടാൻ തന്നെയുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. എന്നാൽ ഈ പാകിസ്ഥാൻ ഭാഗത്തു നിന്നും ഭാരതത്തിനെതിരെ പ്രകോപനം തുടരുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 51 തവണയാണ് വെടിനിർത്തൽ കരാർ. കൃത്യമായ സൈനിക നീക്കങ്ങൾ തന്നെയാണ് ജമ്മു കാശ്മീരിൽ സൈന്യം തുടരുന്നത്. തീവ്രവാദികളെ ജീവനോടെ പിടികൂടാനുള്ള ശ്രമം, അതോടൊപ്പം തന്നെ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഭീകരാക്രമണത്തിന് അല്ലെങ്കിൽ അവർ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനത്തിന്, അവർ നടത്തുന്ന ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണത്തിന് കനത്ത തിരിച്ചടിയും ഭാരതം നൽകുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജമ്മു കാശ്മീരിൽ നിന്നും നന്ദഗോപൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ സുസജ്ജമായി ഭാരതം. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാ സുരക്ഷാകാര്യ സമിതി യോഗം പുരോഗമിക്കുന്നു. അതിർത്തിയിൽ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായി വിലയിരുത്തൽ. മന്ത്രിസഭയുടെ രാഷ്ട്രീയകാര്യ സമിതിയും ഇന്ന് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഡൽഹിയിൽ ഏതാനും ദിവസങ്ങളായി വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളാണ് നടക്കുന്നത്. സൈനിക മേധാവികൾ പ്രധാനമന്ത്രിയെ കാണുന്നു, അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയും ഇവരെല്ലാം തന്നെ പ്രധാനമന്ത്രിയുമായി പ്രത്യേകം കൂടിക്കാഴ്ച, ഒന്നിച്ചുള്ള കൂടിക്കാഴ്ചകളൊക്കെ തന്നെ നടത്തുന്നു. ഇന്ന് ഈ പഹൽഗാം തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭയുടെ പ്രത്യേക സുരക്ഷാകാര്യ സമിതി യോഗം പുരോഗമിക്കുന്നു. അതിർത്തിയിൽ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി വിലയിരുത്തൽ. നാവികസേന അക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ടല്ലോ ജിഷ്ണു കൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ നിർണായക യോഗം പുരോഗമിക്കുകയാണ്. മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയാണ് യോഗം ചേരുന്നത്. പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, ധനമന്ത്രി, വിദേശകാര്യമന്ത്രി കൂടാതെ ക്യാബിനറ്റ് സെക്രട്ടറിയും പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ നടത്തിയിട്ടുള്ള സൈനിക നീക്കങ്ങൾ, രാജ്യത്തെ പ്രതിരോധ നടപടികൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവ സംബന്ധിച്ച് ഈ യോഗം വിലയിരുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സായുധ സേനയ്ക്ക് നൽകിയിരുന്നു. അതായത് ആ തിരിച്ചടിയുടെ സ്വഭാവം, സമയം, സാഹചര്യം എന്നിവ തീരുമാനിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് സൈന്യത്തിന് നൽകിയത്. അതിന് പിറകെ അതിർത്തി മേഖലകളിൽ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ
ഈ സുരക്ഷാകാര്യ സമിതി നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം സമുദ്ര അതിർത്തിയിൽ പടക്കപ്പലുകൾ വിന്യസിച്ചുകൊണ്ടുള്ള ചിത്രം പുറത്തുവിട്ടുകൊണ്ട് ദൗത്യം ഉടനുണ്ടാകുമെന്ന സൂചന നാവികസേന നൽകിയിട്ടുണ്ട്. വ്യോമ അതിർത്തിയിൽ ഭാരതത്തിന്റെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ സജ്ജമാണ്. കരാതിർത്തിയിലും വലിയ തയ്യാറെടുപ്പുകൾ, ഒരു യുദ്ധത്തിന് സമാനമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം ഭാരതം പൂർത്തിയാക്കിയിട്ടുണ്ട്. കാരണം ഭീകരവാദികൾക്കും പാകിസ്ഥാനും ഒരിക്കലും മറക്കാത്ത പ്രഹരം സൈന്യം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഏത് രീതിയിലായിരിക്കും, അതിന്റെ സമയം എപ്പോഴായിരിക്കും, ആ തിരിച്ചടികളുടെ രീതിയും അതിന്റെ എപ്പോൾ നടക്കും എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതിന്റെ ഭാഗമായി രാജ്യത്തെ പ്രതിരോധ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ തിരിച്ചടി നൽകാനൊരുങ്ങുമ്പോൾ രാജ്യത്ത് വീണ്ടും ഒരു ഭീകരാക്രമണം ഉണ്ടാകരുതെന്ന കൃത്യമായ നിലപാട് നിലവിലെ ഭരണ നേതൃത്വത്തിനും സൈന്യത്തിനുമുണ്ട്. അതുകൊണ്ട് അതിർത്തിയിൽ അതിശക്തമായിട്ടുള്ള നിരീക്ഷണമുണ്ട്. ജമ്മു കാശ്മീരിൽ പ്രത്യേക സുരക്ഷ, ഡൽഹി ഉൾപ്പെടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. അയോധ്യ ഉൾപ്പെടെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കി. അത്തരത്തിലുള്ള പ്രതിരോധ നടപടികൾ ശക്തമാണ്. യുദ്ധസമാനമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ അതിർത്തിയിൽ നടന്നു. അതിന് പിറകെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് രാജ്യ തലസ്ഥാനത്ത് ഇത്തരത്തിൽ നിർണായകമായ യോഗങ്ങൾ ചേരുന്നത്. സുരക്ഷാകാര്യ സമിതി പൂർത്തിയായാൽ ഇന്ന് മന്ത്രിസഭയുടെ രാഷ്ട്രീയകാര്യ സമിതിയും യോഗം ചേരും. അതിൽ നിതിൻ ഗഡ്കരിയും JP നദ്ദയും ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇത് രണ്ടാം തവണയാണ് മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും കൗണ്ടർ ടെററിസവുമായി ബന്ധപ്പെട്ട വളരെ തന്ത്രപ്രധാനമായ രാഷ്ട്രീയകാര്യ സമിതി യോഗവും മന്ത്രിസഭയുടെ പ്രത്യേക സൂപ്പർ ക്യാബിനറ്റുമാണ് ഇന്ന് ഡൽഹിയിൽ ചേരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വളരെ നിർണായകമായ യോഗങ്ങൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. തിരിച്ചടിക്കാൻ ഭാരത സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയതോടെ ഭയന്നു വിറച്ചു പാകിസ്ഥാൻ. മണിക്കൂറുകൾക്കകം തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഭീതി തുറന്ന് സമ്മതിക്കുകയാണ് പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി അട്ടവുള്ള തരാർ. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ ഇടപെടൽ സമ്മതിക്കാൻ തരാർ തയ്യാറാകുന്നതുമില്ല. Pakistan has credible intelligence that India intends carrying out military action against Pakistan in the next 24 to 36 hours on the pretext of baseless and concocted allegations of involvement in the Pahalgam incident. വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചാണ് പാകിസ്ഥാൻ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അട്ടാവുള്ള തരാർ ഈ പ്രസ്താവന നടത്തിയത്. ഇന്നലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ തിരിച്ചടി എവിടെ എപ്പോൾ വേണമെങ്കിലും തീരുമാനിക്കാനുള്ള അധികാരം സൈന്യത്തിന് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് തരാറിന്റെ പ്രതികരണം. സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ചൈനീസ് പിന്തുണയുള്ള നിലപാടിൽ തന്നെ തുടരുകയാണ് പാകിസ്ഥാൻ ഇപ്പോഴും എന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. Pakistan open-heartedly offered a credible, transparent and independent investigation by a neutral commission of experts to ascertain the truth. ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ ഭാരതം ആക്രമിക്കുമെന്ന പരാതിയുമായി എത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും നേരത്തെ ഭാരതത്തിന്റെ ആക്രമണമുണ്ടാകുമെന്ന ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാനിലെ മുൻ സൈനിക കമാൻഡോ ഉൾപ്പെട്ടുവെന്നതിനോട് ഇതുവരെ ഒരു പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പഹൽഗാം ഭീകരാക്രമണത്തെ വീണ്ടും അപലപിച്ച് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരെ അദ്ദേഹം ഫോണിൽ വിളിച്ച് സംസാരിച്ചു. സംഘർഷം വർദ്ധിക്കുന്നത് ആശങ്ക ഉളവാക്കുന്നുവെന്നും ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്നും സംഘർഷം ലഘൂകരിക്കാൻ ഇടപെടണമെന്നും UN അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് UK MP ബോബ് ബ്ലാക്ക്മാൻ പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഭീകരതയെ തുടച്ചു നീക്കുന്നതിൽ ഭാരതത്തിന് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് അദ്ദേഹം UK സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതികരണങ്ങളെ തള്ളിപ്പറഞ്ഞ നാഷണൽ കോൺഫറൻസും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി പാർട്ടികൾ. കോൺഗ്രസിൻ്റേത് തരം താഴ്ന്ന പ്രവൃത്തിയാണെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും വിമർശിച്ചു. കോൺഗ്രസിൻ്റെ പ്രതികരണം പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ ആയുധമാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ വിമർശനം. പഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യം ഒരുമിച്ച് നിന്ന് മറുപടി നൽകുമ്പോഴാണ്
പ്രധാനമന്ത്രിയെയും സുരക്ഷാ സേനയെയും വിമർശിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യമുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസ് നടത്തിയത്. ഇതിനെ രൂക്ഷമായ ഭാഷയിൽ BJP വിമർശിച്ചതിന് പിറകെയാണ് ഫറൂഖ് അബ്ദുള്ള, മായാവതി തുടങ്ങി പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ തന്നെ കോൺഗ്രസിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാതായി എന്ന കോൺഗ്രസിന്റെ വാദത്തെ നാഷണൽ കോൺഫറൻസ് മേധാവി ഫറൂഖ് അബ്ദുള്ള തന്നെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തെ എവിടെയാണ് കാണാതായത്? അദ്ദേഹം ഡൽഹിയിലുണ്ടെന്ന് എനിക്കറിയാമെന്നും പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന ഏത് നടപടിയെയും പിന്തുണയ്ക്കുമെന്നും ഫറൂഖ് അബ്ദുള്ള വ്യക്തമാക്കി. കോൺഗ്രസിന് ഏത് രീതിയിലും തരം താഴാൻ കഴിയുമെന്ന് തെളിയിച്ചതായും സിദ്ധരാമയ്യ ഉൾപ്പെടെ ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ പാകിസ്ഥാന് സഹായമായെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. कांग्रेस पार्टी का कितना लो लेवल पर वो गिर सकते हैं वो तो इसके और ज़्यादा उदाहरण हमको नहीं चाहिए. इट इज़ दी लोएस्ट लेवल ऑफ वो तो कितना वो गिर सकते हैं इसका एक उदाहरण है. मैं इतना ही कहना चाहता हूँ. വിവാദമായതോടെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ കോൺഗ്രസ് പിൻവലിച്ചു. കൂടാതെ കോൺഗ്രസിന്റെ പ്രതികരണങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആയുധമാക്കിയതും പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾക്ക് കോൺഗ്രസിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രവർത്തകർക്കും നേതാക്കൾക്കും AICC മാർഗനിർദ്ദേശം പുറത്തിറക്കി. ജനം, ഡൽഹി. കേരളത്തിൽ പാകിസ്ഥാൻ വേണ്ട. കൊല്ലം ജില്ലയിലും ഒരു പാകിസ്ഥാൻ മുക്കുണ്ട്. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തിലെ ഈ പ്രദേശത്തിൻ്റെ പേര് മാറ്റണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായി കഴിഞ്ഞു. എങ്ങനെ ഈ പേര് വന്നുവെന്ന് ചോദിച്ചാൽ ആർക്കും വ്യക്തമായ മറുപടിയില്ല. പ്രദേശത്തിൻ്റെ ചരിത്രവുമായി ഒരു ബന്ധവുമില്ലാത്ത പേരാണ് ഇതെന്ന് നാട്ടുകാർ തന്നെ സമ്മതിക്കുന്നു. ജനൻ TV ക്യാമ്പയിൻ തുടരുന്നു. കേരളത്തിൽ വേണ്ട പാകിസ്ഥാൻ. ഞാനുള്ളത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ പാകിസ്ഥാൻ മുക്ക് എന്ന് വിളിപ്പേരുള്ള ഒരു സ്ഥലത്താണ്. ഏതു വിധേനയും അവസരം കിട്ടിയാൽ ഭാരതത്തെ തകർക്കാമെന്ന് സ്വപ്നം കാണുന്ന ശത്രുരാജ്യം. ആ ശത്രുരാജ്യത്തിൻ്റെ പേരിൽ കേരളത്തിനുള്ളിൽ തന്നെ ഇപ്പോഴും സ്ഥലങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. പാകിസ്ഥാൻ മുക്ക് ഗൂഗിൾ മാപ്പിലടക്കം ഈ പേര് കാണാം. കൊല്ലം പത്തനംതിട്ട അതിർത്തിയായ കടമ്പനാട്ടിൽ നിന്ന് ഏനാത്തേക്കുള്ള വഴിയിൽ 2 കിലോമീറ്റർ പിന്നിട്ടാൽ ഇവിടെ എത്തും. ഐവർകാല പടിഞ്ഞാറ് വടക്ക് വാർഡിലാണ് ഈ സ്ഥലമുള്ളത്. 7 പതിറ്റാണ്ടായി ഇവിടം ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ ആർക്കും അറിയില്ല അങ്ങനെ പേര്, പുതിയ പേരിട്ടേക്കുന്നതായിട്ട്. അതുകൊണ്ടാണ് അതാണ് അത് പണ്ടുള്ളതുകൊണ്ട് ഒരു 55 വർഷത്തിൽ കൂടുതലായി പേര് വീണ്ടും തന്നെ. സ്ഥലത്ത് നമ്മുടെ ജനിച്ചോളുന്നതിന് മുമ്പ് നമ്മുടെ പാകിസ്ഥാനൊക്കെ എല്ലാവരും ജനിച്ചോളുന്ന 56 വർഷം മുമ്പേ, 60 എനിക്ക് ഓർമ്മ മുമ്പേ, എനിക്ക് 57 വയസ്സുണ്ട്. അതിന് മുമ്പേ ഇങ്ങനെ അറിയപ്പെടുന്നത്. ഇന്നും അത് തന്നെ നിലനിൽക്കുന്നത്. മാറ്റാൻ ശ്രമം ഉണ്ടായിരുന്നു. 1-2 പേര് വേറെ പേരിട്ട് പ്രിയദർശിനി എന്നിട്ട് പിന്നെ 1-2 പേരൊക്കെ ഇട്ട് അത് ഓരോരുത്തർ വ്യക്തിപരമായിട്ട് പാർട്ടിക്കാരൊക്കെ ഇട്ട് അതൊന്നും നിലവിൽ വരത്തില്ലല്ലോ. ഈ പഴയ പേര് തന്നെ എല്ലാവരും ഇപ്പോൾ ജനിച്ചു വരുന്ന കുട്ടികൾ പോലും അത് തന്നെ ഉപയോഗിക്കുന്നത്. പാകിസ്ഥാനൊക്കെ ടിക്കറ്റ് എടുക്കും. സർക്കാർ വിചാരിച്ചാലും ആരാ മാറ്റു കറി വിചാരിച്ചാൽ കുറേയൊക്കെ മാറുമായിരിക്കും. നമ്മുടെ ഓർമ്മ എനിക്ക് 40 വർഷം കൊണ്ട് ഇതിൽ ഞാൻ KSRTC ബസ് ഓടിച്ചുകൊണ്ടിരുന്നത്. അന്ന കാലം മുതലേ പാകിസ്ഥാൻ മുക്ക് തന്നെ അറിയുന്നത്. എല്ലാവരും പാകിസ്ഥാൻ മുക്ക് ടിക്കറ്റാണ് ചോദിക്കുന്നത്. ഞാൻ ഡ്രൈവറായിരുന്നു. അന്ന് മുതൽ ഇതിൽ KSRTC ഞാങ്കടവ് ഫാസ്റ്റൊക്കെ ഓടിച്ചിട്ടുണ്ട്. എല്ലാവരും പാകിസ്ഥാൻ മുക്ക് തന്നെ അന്ന് മുതലേ അറിയുന്നത്. ഞങ്ങൾക്ക് അറിവുള്ളൂ. മാറാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. എങ്ങനെയാണ് പാകിസ്ഥാൻ മുക്കെന്ന പേരുണ്ടായതെന്ന ചോദ്യത്തിന് നാട്ടുകാർ പല രീതിയിലും പ്രതികരിക്കുന്നുണ്ട്. എൻ്റെ ചെറുപ്പകാലം തൊട്ട് പാകിസ്ഥാൻ മുക്കെന്ന് അറിയപ്പെടുന്നത്. പക്ഷേ പൂർവികർ പറഞ്ഞിട്ടുള്ളത് ഇത് ഇവർ മുസ്ലിംസ് ഇവിടെ വന്ന് ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലത്തായിരുന്നു താമസിച്ചവർ കുറച്ച് കുടുംബമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഒരു 100-200-300 കുടുംബത്തിൽ മേളിലുണ്ട്. അങ്ങനെ ഇവിടെ അങ്ങനെ പാകിസ്ഥാൻ മുക്കെന്ന് മുസ്ലിങ്ങൾ വന്നതുകൊണ്ടാണ് പാകിസ്ഥാൻ മുക്കെന്ന് പേര്. പ്രദേശത്തെ കച്ചവട സ്ഥാപനങ്ങളിലെ പരസ്യ ബോർഡുകളിലടക്കം എവിടെ നോക്കിയാലും പാകിസ്ഥാൻ മുക്ക്. മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് ബസ്സിലെത്തുന്നവർക്കും
ടിക്കറ്റ് എടുക്കാൻ പറയേണ്ടി വരുന്നത് ഈ പേരാണ്. പലവട്ടം പേര് മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടന്നു. ചില നാട്ടുകാർ ചേർന്ന് ശാന്തിസ്ഥാൻ എന്നാക്കി. രാഷ്ട്രീയക്കാർ ഓരോരോ പേരുകൾ നിർദ്ദേശിച്ചു. എന്നാൽ അതൊന്നും പിന്നീട് പ്രാബല്യത്തിൽ വന്നില്ല. LDF ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത്. പഹൽഗാം ഭീകരാക്രമണമടക്കം നടന്ന പശ്ചാത്തലത്തിൽ ശത്രുരാജ്യത്തെ അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള പേര് ഇനിയും ഇവിടെ വേണ്ട എന്നുള്ളതാണ് ചില നാട്ടുകാർക്കും പറയുവാനുള്ളത്. പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എവിടെ വീടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ പാകിസ്ഥാൻ മുക്കെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ ഒരുമാതിരി ഒരു വൃത്തിയായിട്ട രീതിയിൽ നമ്മുടെ അടുത്തൊരു ഒരു പെരുമാറ്റം നമുക്ക് അതൊരു ഭയങ്കര ഒരു വിഷമമാണ്. നമുക്ക് നമ്മളുമായിട്ട് ഭയങ്കര ശത്രുതയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു പേരിടുക എന്ന് പറയുമ്പോൾ പണ്ട് ഏതോ ഒരു ബസ്സുകാരനൊരു പേര് പറഞ്ഞെന്ന് വിചാരിച്ച് അതങ്ങ് ഇതായതാണ്. ഇപ്പോഴും അത് നിലനിന്ന് പോവുക. ഇത് എങ്ങനെയും ഒന്ന് ഒഴിവാക്കണമെന്നുള്ള നമ്മളെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. പണ്ടുകാലം മുതൽക്കേ പറഞ്ഞ് ഈ സ്ഥലം ഇങ്ങനെയായി മാറി. പുതുതലമുറയിലേക്കും ഈ അടയാളപ്പെടുത്തൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ദേശസ്നേഹികളായ നാട്ടുകാരും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു പേര് ഈ സ്ഥലത്തിന് വേണ്ട എന്നുള്ളതാണ് പലരുടെയും അഭിപ്രായം. അതിനുവേണ്ടി പല ശ്രമങ്ങളും നടന്നു. അധികാരികളും മുൻകൈയെടുക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇതിലൊരു മാറ്റം വരണം. മാറ്റം വന്നേ തീരൂ. ബിജു പരൂരിനൊപ്പം M. മനോജ്, ജനം, കൊല്ലം. തൃശൂർ പൂരത്തിന് കൊടിയേറിയതിന് പിന്നാലെ പാറമേക്കാവിൽ ചെറുപൂരം നടക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്.
തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായി പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലാണ് അല്പസമയത്തിന് മുമ്പ് കൊടിയേറ്റ് കർമ്മം നടന്നത്. അതിനുശേഷമാണ് പാറമേക്കാവിൽ ചെറുപൂരം നടക്കുന്നത്. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. തൃശ്ശൂർ പൂരത്തിന് ആദ്യം കൊടിയേറിയത് തിരുവമ്പാടിയിലാണ്. പിന്നാലെ പാറമേക്കാവ് ക്ഷേത്രത്തിലും കൊടിയേറ്റ് നടന്നു. 8 ഘടകക്ഷേത്രങ്ങളിലും ഇന്ന് കൊടിയേറ്റ് കർമ്മം ഒരു പകൽ നീണ്ടു നിൽക്കും. സാമ്പിൾ വെടിക്കെട്ടും ചമയപ്രദർശനവും മെയ് 4 വരെ നടക്കും. പൂരവിളംബരമായി 5-ാം തീയതി രാവിലെ 9-ന് കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറക്കും. 6-നാണ് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം. 7-ന് ഉപചാരം ചൊല്ലി പൂരം പിരിയും. തിരുവമ്പാടി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറിയത്. പിന്നാലെ പാറമേക്കാവിലും കൊടിയേറി. തിരുവമ്പാടി ക്ഷേത്രത്തിലെ പൂജകൾക്ക് തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാറമേക്കാവിൽ വലിയ പാണിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്നാണ് ദേശക്കാർ ഒന്നാകെ കൊടി ഉയർത്തിയത്. തൃശ്ശൂർ പൂരാഘോഷത്തിന് തുടക്കം കുറിച്ച് തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ നടന്ന കൊടിയേറ്റ് കർമ്മത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഷൂട്ടിംഗ് പരിശീലകൻ ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. 19 വർഷം ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിൻ്റെ പരിശീലകനായിരുന്നു. കോട്ടയം ഉഴവൂർ സ്വദേശിയാണ്. 5 തവണ ഷൂട്ടിങ്ങിൽ സംസ്ഥാന ചാമ്പ്യനും 76-ൽ ദേശീയ ചാമ്പ്യനുമായിരുന്നു സണ്ണി തോമസ്. എറണാകുളം തേവയ്ക്കൽ സെൻറ് മാർട്ടിൻ ഡി പോറസ് പള്ളിയിൽ നാളെയാണ് സംസ്കാരം. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, ഇന്ത്യൻ ഷൂട്ടിംഗ് മേഖലയിലെ അഗ്രഗണ്യനായിരുന്നു പ്രൊഫസർ സണ്ണി തോമസ്. അദ്ദേഹം ദ്രോണാചാര്യ പദവി വരെ നേടിയിട്ടുണ്ട്. 19 വർഷം ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിൻ്റെ പരിശീലകൻ കൂടിയായിരുന്നു. അഭിനവ് ബിന്ദ്ര അടക്കമുള്ള നിരവധി താരങ്ങളെ സംഭാവന ചെയ്ത വ്യക്തിത്വം. അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ മിഥുൻ അയ്യപ്പൻ. ഇന്ത്യൻ കായിക രംഗത്ത് തീർത്താൽ തീരാത്ത ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസ് ഇന്ന് രാവിലെ 9:30 അന്തരിച്ചത്. വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനിടെ വീട്ടിൽ വെച്ച് ഹൃദയാഘാതം സംഭവിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ, കോട്ടയം വാഴൂരിലുള്ള വീട്ടിൽ പൊതുദർശനത്തിന്
ഉഴവൂരിലുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ മരണത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും എല്ലാം കായിക രംഗത്തെ പ്രമുഖർ അനുസ്മരിക്കുകയാണ്. 1993 മുതൽ 2012 വരെ 19 വർഷം ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ പരിശീലകനായിരുന്നു അദ്ദേഹം. ഇത്തരത്തിൽ ഈ കാലയളവിൽ ഇന്ത്യൻ ഷൂട്ടിംഗ് സംഘം അല്ലെങ്കിൽ ആ കായിക രംഗത്തെ ഷൂട്ടിംഗ് മേഖല നേടിയ നേട്ടങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കൂടി ഒരു കയ്യൊപ്പ് പതിപ്പിച്ച നേട്ടങ്ങൾ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ നേട്ടങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്തരത്തിൽ ഇന്ന് രാവിലെ അദ്ദേഹം മറ്റു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ പൊതുദർശനം നടത്തുകയാണ്. ഇന്ന് വൈകിട്ടും കൂടി പൊതുദർശനമുണ്ട്. നാളെ എറണാകുളത്തേക്ക് കൊണ്ടുപോകും മൃതദേഹം. അതിനുശേഷം എറണാകുളത്ത് വെച്ചാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുക. ഒപ്പം തന്നെ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയായിരിക്കും പൊതുദർശനം നടത്തുക. എടുത്തു പറയേണ്ടത് 100-ലധികം മെഡൽ നേട്ടം സണ്ണി തോമസിന്റെ കീഴിൽ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു എന്നുള്ളതാണ്. റൈഫിൾ ഓപ്പൺ സെറ്റ് ഇവന്റിൽ കേരളത്തിൽ നിന്നുള്ള മുൻ ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻ എന്നിങ്ങനെയുള്ള നേട്ടങ്ങളുടെ പട്ടിക ഏറെയാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇപ്പോൾ പൊതുദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. നാളെ എറണാകുളത്ത് വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇന്ത്യൻ ഷൂട്ടിംഗ് മേഖലയിൽ ഭാരതത്തിന് വേണ്ടി 100ഓളം പുരസ്കാരങ്ങൾ നേടിയ ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസ് വിടവാങ്ങിയിരിക്കുന്നു. അദ്ദേഹം 19 വർഷം ഇന്ത്യൻ ഷൂട്ടിംഗ് പരിശീലകനായിരുന്നു. അഭിനവ ബിന്ദ്ര അടക്കമുള്ള നിരവധി കായിക താരങ്ങളെ സമ്മാനിച്ച വ്യക്തിത്വം കൂടിയായിരുന്നു സണ്ണി തോമസ്. അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മം നാളെ നടക്കും. ദ്രോണാചാര്യ സണ്ണി സാർ രാവിലെ 9:50 മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സംസ്കാരം നാളെ എറണാകുളത്ത് സെൻറ്റ് മാർട്ടിൻ ഡി പോളസ് ചർച്ചിൽ വെച്ച് രാവിലെ 12 മണിക്ക് നടത്തപ്പെടുന്നതാണ്. അപ്പം ഇന്ന് ഇവിടെ ഇപ്പോൾ തന്നെ വീട്ടിൽ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കുന്നു. 3 മണി മുതൽ ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ കോൺഫറൻസ് ഹാളിൽ 3 മണി മുതൽ 7 മണി വരെ പൊതുദർശനത്തിൽ വെച്ചതിന് ശേഷം ബോഡി തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. നാളെ രാവിലെ 9 മണിക്ക് തന്നെ ഇവിടെ സംസ്കാരത്തിനുള്ള ചടങ്ങുകൾ പള്ളിയിൽ അച്ഛൻ വന്ന് നടത്തിയതിനു ശേഷം ബോഡി തിരിച്ച് എറണാകുളത്തേക്ക് 10 മണിയോടുകൂടി സെൻറ്റ് മാർട്ടിൻ ഡി പോളസ് ചർച്ചിൽ കൊണ്ടുപോയി 12 മണിക്ക് പള്ളിയുടെ പാരിഷ് ഹാളിൽ പൊതുദർശനത്തിൽ എറണാകുളത്ത് വെച്ചതിന് ശേഷം സംസ്കാരം നടത്തുന്നതാണ്. 8 മണിക്ക് ഇവിടെ നിന്ന് ഇവിടെ രാവിലെ 9 മണിക്ക് വീട്ടിൽ ചടങ്ങുകൾ ആരംഭിക്കും. 9 മണി ചടങ്ങ് 10 മണി ചടങ്ങുകൾ അവസാനിക്കും. ചടങ്ങ് അവസാനിച്ച ഉടൻ തന്നെ ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് ബോഡി കൊണ്ടുപോകുന്നതാണ്. ഇന്ത്യൻ കായിക മേഖലയ്ക്ക് തീരാ നഷ്ടം തന്നെയാണ് ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസിൻ്റെ നിര്യാണം. അദ്ദേഹത്തിൻ്റെ സംസ്കാരം നാളെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ എറണാകുളത്ത് നടക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്നും മിഥുൻ അയ്യപ്പൻ. പ്രൊഫസർ സണ്ണി തോമസിൻ്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്ര. പരിശീലകനേക്കാൾ ഉപരി അദ്ദേഹം ഒരു ഉപദേഷ്ടാവും വഴികാട്ടിയും ആയിരുന്നുവെന്ന് എക്സിൽ അഭിനവ് ബിന്ദ്ര കുറിച്ചു. കായിക രംഗത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ സമർപ്പണം അന്താരാഷ്ട്ര ഷൂട്ടിങ്ങിൽ ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് അടിത്തറ പാകിയെന്നും അഭിനവ് ബിന്ദ്ര രേഖപ്പെടുത്തുന്നു. ഷൂട്ടിംഗ് രംഗത്തെ തൻ്റെ നേട്ടങ്ങളിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചതായി അഭിനവ് ബിന്ദ്ര കൂട്ടിച്ചേർത്തു. CPM MLA യു പ്രതിഭയുടെ മകൻ കനിവിനെതിരായ കഞ്ചാവ് കേസ് ഇല്ലാതാക്കാൻ എക്സൈസിൻ്റെ നീക്കം. കേസിൽ MLAയുടെ മകൻ കനിവിനെ ഒഴിവാക്കിക്കൊണ്ട് എക്സൈസ് കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചു. 3 മുതൽ 9 വരെയുള്ള പ്രതികളെ ഒഴിവാക്കിയാണ് എക്സൈസ് ഇടക്കാല റിപ്പോർട്ട് നൽകിയത്. കേസിൽ 9ാം പ്രതിയാണ് MLAയുടെ മകൻ കനിവ്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നടൻ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കും. നടപടിക്രമങ്ങൾക്കായി ശ്രീനാഥിനെ അടുത്ത ദിവസം വീണ്ടും വിളിപ്പിച്ചു വരുത്തുമെന്നും എക്സൈസ് അറിയിച്ചു. കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. അതേസമയം യുവ സംവിധായകൻ പ്രതിയായ കഞ്ചാവ് കേസിൽ സംവിധായകൻ സമീർ താഹിറിന് എക്സൈസ് നോട്ടീസ് നൽകി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്തെങ്കിലും ഇവരെ പ്രതി ചേർക്കുന്നതിനുള്ള തെളിവുകൾ ലഭിച്ചില്ല എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത്. എന്നാൽ കേസിലെ പ്രതിയായ തസ്ലീമയും ശ്രീനാഥ് ഭാസിയുമായുള്ള വാട്സപ്പ് ചാറ്റുകൾ കണ്ടെത്തിയിരുന്നു. കുഷ് വേണോ എന്നായിരുന്നു ചോദ്യം. എന്നാൽ വെയിറ്റ് എന്ന് മാത്രമായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ മറുപടി. നടന്മാരെ പ്രതി ചേർക്കാൻ സാധ്യതയില്ലെങ്കിലും ഇവരിൽ നിന്ന് എക്സൈസിനെ സഹായിക്കുന്ന ചില വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അതിനാൽ
ഇവർ എക്സൈസ് നിരീക്ഷണത്തിൽ തുടരും. അതേസമയം മോഡലായ സൗമ്യയെ പ്രതി ചേർക്കുന്നതിനുള്ള സാധ്യതകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. സൗമ്യയുടെ മൊഴി എക്സൈസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. 2000 മുതൽ 3000 രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ഇവർ പിടിയിലായ തസ്ലീമ സുൽത്താനയുമായി നടത്തിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വ്യക്തമായിട്ടില്ല. കൂടുതൽ തെളിവ് കിട്ടിയാൽ ഇവരെ പ്രതി ചേർക്കും. അന്വേഷണത്തിനിടെ സുപ്രധാനമായ വിവരങ്ങൾ എക്സൈസിന് ലഭിക്കുന്നുണ്ട്. കൊച്ചിയിൽ 2 സംവിധായകർ കഞ്ചാവുമായി പിടിയിലായത് ആലപ്പുഴയിലെ എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ജനം, ആലപ്പുഴ. ഭരണകക്ഷിയുടെ സ്വാധീനത്താൽ പ്രതിഭ MLAയുടെ മകൻ കനിവിനെതിരായ കഞ്ചാവ് കേസ് ഇല്ലാതാക്കുകയാണ് എക്സൈസ് വിഭാഗം. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിയുള്ള അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് MLAയുടെ മകനെ കേസിൽ നിന്ന് ഒഴിവാക്കിയുള്ള ഇടക്കാല റിപ്പോർട്ട് എക്സൈസ് കോടതിയിൽ സമർപ്പിച്ചത്. കേസിൽ 3 മുതൽ 9 വരെയുള്ള പ്രതികളെ ഒഴിവാക്കി. 9ാം പ്രതിയാണ് MLAയുടെ മകൻ കനിവ്. 1ഉം 2ഉം പ്രതികൾക്കെതിരെ തെളിവില്ലെന്നും എക്സൈസ് അമ്പലപ്പുഴ കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ പറയുന്നു. കേസിന്റെ നടപടിക്രമങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും മകന്റെ കേസ് സംബന്ധിച്ച് MLAയോട് സംസാരിച്ചപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പിഴവ് സംഭവിച്ചുവെന്നുമായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ S. അശോക് കുമാർ സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്നത്. MLAയുടെ മകനെ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് എക്സൈസ് നീക്കം. കഞ്ചാവ് വലിച്ചതിന് തകഴി പാലത്തിനടിയിൽ നിന്ന് കഴിഞ്ഞ ഡിസംബർ 28-നാണ് കുട്ടനാട് എക്സൈസ് സംഘം പ്രതിഭയുടെ മകൻ കനിവടക്കം 9 പേരെ പിടികൂടിയത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ജനം, ആലപ്പുഴ. പുലിപ്പല്ലിൽ വെള്ളികെട്ടി ലോക്കറ്റാക്കി തനിക്ക് നൽകിയ തൃശൂർ വിയൂരിലെ ജ്വല്ലറിയിൽ വേടനെ എത്തിച്ച് തെളിവെടുത്തു. രാവിലെയാണ് വിയൂർ പവർ ഹൗസ് ജംഗ്ഷനിലെ സരസ ജ്വല്ലറിയിൽ ഇയാളെ എത്തിച്ചത്. പുലിപ്പല്ലാണെന്ന് അറിയാതെയാണ് താൻ വെള്ളിയിൽ കെട്ടി നൽകിയതെന്നും വേടനെ തനിക്ക് മുൻപരിചയമില്ലായിരുന്നുവെന്നും ജ്വല്ലറി ഉടമ സന്തോഷ് കുമാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ജ്വല്ലറിയിലെ തെളിവെടുപ്പിന് ശേഷം വേടനെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് കൊലക്കേസിൽ 11 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ. നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2021 ഡിസംബർ 11-നാണ് മംഗലാപുരം സ്വദേശി സുധീഷ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, 2021 നടന്ന ഒരു കൊലപാതകം, ആ കൊലപാതക കേസിലെ പോത്തൻകോട് സുധീഷ് കൊലക്കേസ്, അതിലെ 11 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു നെടുമങ്ങാട് പ്രത്യേക കോടതി, അതായത് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ശ്രീനന്ദ. വിനോദ്, പോത്തൻകോട് സുധീഷ് വധക്കേസിൽ 11 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് നെടുമങ്ങാട് SC/ST പ്രത്യേക കോടതി. ഉണ്ണി എന്ന് വിളിക്കുന്ന സുധീഷ്, ശ്യാം, രാജേഷ്, നിതീഷ്, നവീഷ്, രഞ്ജിത്ത് എന്നീ 11 പ്രതികൾക്കാണ് ഇപ്പോൾ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സാക്ഷികളെ സ്വാധീനിച്ചാൽ കേസിൽ രക്ഷപ്പെടാൻ സാധിക്കില്ലെന്നാണ് ഈ വിധി ഇപ്പോൾ വ്യക്തമാക്കുന്നതെന്ന് പ്രോസിക്യൂട്ടറായ ഗീനാകുമാരി പ്രതികരിച്ചിരുന്നു. 1ഉം 3ഉം പ്രതികൾക്ക് വധശിക്ഷണമെന്നായിരുന്നു വാദിച്ചിരുന്നത്. എന്നാൽ പ്രതികൾ ഭീഷണിപ്പെടുത്തി മൊഴിമാറ്റിയെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞിരുന്നു. 2021 കേസിനാസ്പദമായ കൊലപാതകം നടന്നത്. ഡിസംബർ 11-നായിരുന്നു ഈ ഒരു വധശ്രമം നടന്നിരിക്കുന്നത്. വധശ്രമ പ്രതിയായി ഒളിവിൽ കഴിയുന്നതിനിടെയാണ് സുധീഷിനെ എതിർചേരിയിൽപ്പെട്ട ഗുണ്ടാ സംഘം കൊലപ്പെടുത്തിയത്. വധശ്രമത്തിൽ കേസ് എടുത്തിരുന്നെങ്കിലും പോത്തൻകോട് കല്ലൂർ വീട്ടിൽ എതിർ സംഘം വീട് വളഞ്ഞ് ഇയാളെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇയാളുടെ കാല് വെട്ടിയ ശേഷം ഓട്ടോയിൽ കാലെടുത്തിട്ട് പരസ്യമായി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയായിരുന്നു 2021 സമൂഹ മാധ്യമങ്ങളെ ഒക്കെ തന്നെ ഞെട്ടിച്ച ഒരു കേസായിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. കേസിലെ 1ാം പ്രതിയായ ഉണ്ണിയെന്ന് വിളിക്കുന്ന സുധീഷിന്റെ ബന്ധുവിനെയാണ് കൊല്ലപ്പെട്ട സുധീഷ് വധിക്കാൻ ശ്രമിച്ചത്. ഇതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ഈ ഒരു കൊലപാതകം ഉണ്ടായത്. ഇപ്പോൾ എന്തായാലും ഈ ഒരു കേസിന്റെ വിധി വന്നിരിക്കുകയാണ്. ഈ കേസിലെ 11 പ്രതികൾക്കും വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. അതും നെടുമങ്ങാട് സ്പെഷ്യൽ കോടതിയായ SC/ST സ്പെഷ്യൽ കോടതിയാണ് ഈ ഒരു വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ വിധിയിൽ തൃപ്തികരമെന്നാണ് ഈ അദ്ദേഹത്തിന്റെ കുടുംബവും ബന്ധുക്കളും ഒത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. വിനോദ്.
2021 നാടിനെ ഞെട്ടിച്ച പോത്തൻകോട് സുധീഷ് കൊലപാതക കേസിലെ 11 പ്രതികൾക്കുമാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളത്. നെടുമങ്ങാട് പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ശ്രീനന്ദ. മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ലഹരിക്കെതിരായ വിദ്യാർത്ഥികളുടെ സുംബ ഡാൻസിന് മുഖ്യമന്ത്രിയുടെ ചിത്രം പതിച്ച ടീഷർട്ട് നൽകരുതെന്നും ഇതിൻ്റെ എല്ലാം മറവിൽ സ്വന്തമായി ഇമേജ് ഉണ്ടാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വിഴിഞ്ഞത്ത് മുഖ്യമന്ത്രി കുടുംബസമേതം എത്തിയത് പ്രോട്ടോകോൾ ലംഘനമാണ്. അതിസുരക്ഷാ മേഖലയിൽ എങ്ങനെ മുഖ്യമന്ത്രി കുടുംബമായി എത്തിയെന്നും അദ്ദേഹം ചോദിച്ചു. സ്ഥലം MLA അറിയിക്കാതെ ഇരുന്നതും ഗൗരവമായി കാണണമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. ശിവൻകുട്ടി തന്നെയാണ് ഈ ടീഷർട്ട് ഇന്നലെ റിലീസ് ചെയ്തത്. അതിലെ മുഖ്യമന്ത്രിയുടെ ചിത്രം. മുഖ്യമന്ത്രിയുടെ ചിത്രത്തിന് ഇവിടെ എന്താ പ്രസക്തി എന്താ? അപ്പോൾ ഇതിൻ്റെ മറവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. യഥാർത്ഥ കുറ്റവാളികൾ തന്നെയാണ് ഈ സർക്കാരാണ് യഥാർത്ഥ കുറ്റവാളി ഇന്നത്തെ അവസ്ഥയ്ക്ക്. ഈ ടീഷർട്ട് ഏർപ്പാട് മുഖ്യമന്ത്രിയുടെ ചിത്രം പതിച്ചത് പിൻവലിക്കണം, അല്ലെങ്കിൽ ശക്തമായിട്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും. ഇപ്പോൾ അതിൻ്റെ മറവിൽ സ്വന്തം ഇമേജ് ഉണ്ടാക്കാനും നോക്കുകയാണ്. ഇത് അനുവദിക്കാൻ കഴിയില്ല. കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രധാനമന്ത്രി അവഹേളിക്കുന്ന ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം പ്രഹസനം. CCTV ദൃശ്യങ്ങളടക്കം തെളിവായി ലഭിച്ചിട്ടും രാഷ്ട്രീയ സമ്മർദ്ദ ഫലമായി പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നതാണ് പ്രധാന ആരോപണം. കാലടി പോലീസിന്റെ അനാസ്ഥയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയ്ക്ക് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വികലമായി ചിത്രീകരിച്ച ഫ്ലെക്സ് ബോർഡ് വെച്ച സംഭവം വലിയ വിവാദമായിട്ടും യാതൊരു നടപടിയും എടുക്കാതെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് കേസ് അന്വേഷിക്കുന്ന കാലടി പോലീസ്. BJPയുടെ പരാതിയിൽ കലാപാഹ്വാനത്തിന് പോലീസ് കേസെടുത്തിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഫ്ലെക്സ് വെച്ചവർ ഇപ്പോഴും കാണാമറയത്താണ്. CCTV ദൃശ്യങ്ങൾ തെളിവായുമുണ്ട്. പോലീസിന്റെ ഉത്തരവാദിത്തമല്ലേ തെളിവുകൾ ശേഖരിക്കേണ്ടത്? യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പസിനകത്ത് അതിനകത്ത് എടുക്കുന്ന പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, അവിടെയെല്ലാം CCTV ഉണ്ട്. SFIയുടെ നേതാക്കന്മാർ അടങ്ങുന്നവർ നേതൃത്വം നൽകിയാണ് ആ ഫ്ലെക്സ് വച്ചതെന്ന് അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞതാണ്. പക്ഷേ ആ ഉദ്യോഗസ്ഥർ പുറത്തു പറയാൻ തയ്യാറില്ല. അവർക്ക് വീണ്ടും അവിടെ ജോലി ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഇതെല്ലാം നമ്മൾ നൽകേണ്ട സാഹചര്യമാണുള്ളത്. പോലീസ് നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. സംഭവത്തെ ഏറെ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കേസിൽ യുവമോർച്ച പരാതി നൽകിയിട്ടുണ്ട്. കുറ്റക്കാരെ കണ്ടെത്തും വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് BJPയുടെ തീരുമാനം. യൂണിവേഴ്സിറ്റിയുടെ സബ് സെന്റർ മാതിരിയാണ് കാലടി പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും SPക്കും കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പരാതികൾ കൊടുത്തിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി കേന്ദ്ര ഏജൻസികൾ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ BA ആളൂർ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്ക സംബന്ധമായ അസുഖങ്ങളാൽ ചികിത്സയിലായിരുന്നു. സൗമ്യ വധക്കേസ് ഉൾപ്പെടെ കേരളം ശ്രദ്ധിച്ച നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് BA ആളൂർ. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കേരളത്തിൽ അറിയപ്പെടുന്ന പ്രമാദമായ ക്രിമിനൽ കേസുകളിലെല്ലാം പ്രതികൾക്ക് വേണ്ടി ഹാജരായിരുന്ന അഭിഭാഷകൻ എന്നുള്ള നിലയിലാണ് BA ആളൂർ ശ്രദ്ധ നേടിയത്. അദ്ദേഹം ചികിത്സയിലായിരുന്നോ? എപ്പോഴായിരുന്നു അന്ത്യം? കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നു അഡ്വക്കേറ്റ് BA ആളൂർ. അല്പസമയം മുൻപാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ക്രിമിനൽ അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ പ്രസിദ്ധമായിട്ടുള്ള പല കേസുകളിലും പ്രതിഭാഗത്തിന് വേണ്ടിയിട്ട് ഹാജരായിക്കൊണ്ടാണ് വലിയ രീതിയിൽ വാർത്താ ശ്രദ്ധ ആളൂർ പിടിച്ചുപറ്റിയത്. സൗമ്യ വധക്കേസിൽ പ്രതി ഗോവിന്ദസ്വാമിക്ക് വേണ്ടിയിട്ട് ആളൂർ ഹാജരായിരുന്നു. അതുപോലെ തന്നെ ഇലന്തൂർ ഇരട്ടക്കൊലക്കേസിലും പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു. തൃശൂർ സ്വദേശിയാണ് ബിജു ആന്റണി എന്നുള്ള ആളൂർ. ബിജു ആന്റണി ആളൂർ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് BA ആളൂർ എന്നാണ്. അദ്ദേഹം നിയമവൃത്തങ്ങളിൽ ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അസുഖത്തിന് ചികിത്സയിലായിരുന്നു. വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖമായിരുന്നു. ഡയാലിസിസ് ചെയ്തു വരവെയാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും മൃതശരീരം നിലവിലുള്ളത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. സംസ്കാരം എപ്പോഴാണ് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഇതുവരെ ആയിട്ടില്ല. വിനോദ്. ബിജു ആളൂർ, BA ആളൂർ എന്ന അഭിഭാഷകൻ, ക്രിമിനൽ അഭിഭാഷകൻ, പ്രതിഭാഗങ്ങൾക്ക് വേണ്ടി ഹാജരായിരുന്ന പ്രമുഖനായ അഭിഭാഷകനാണ് അന്തരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു. വികസനത്തിരയിൽ വിഴിഞ്ഞം.
വിഴിഞ്ഞം തുറമുഖം വിശ്വഭാരതത്തിലേക്കുള്ള കവാടമാകുമെന്ന പോർട്ട് MD ദിവ്യ S. അയ്യർ. തുറമുഖം തുറക്കുന്നത് പുതിയ പ്രതീക്ഷകളാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിഴിഞ്ഞത്ത് 8,800 കോടി രൂപയുടെ നിക്ഷേപങ്ങളെത്തി. ലോകോത്തര കപ്പൽ കമ്പനികൾ വിഴിഞ്ഞത്തെ ലക്ഷ്യമാക്കിയെത്തും. പ്രതീക്ഷിച്ച ടാർഗറ്റിന് മുകളിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനമെന്നും ദിവ്യ S. അയ്യർ ജനൻ TVയോട് പ്രതികരിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിശ്വഭാരതത്തിലേക്കുള്ള കവാടമെന്നാണ് തുറമുഖം MD കൂടിയായ ദിവ്യ S. അയ്യരുടെ പ്രതികരണം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് നമ്മുടെ വിഴിഞ്ഞം എന്നുള്ള ഒരു പ്രദേശത്തിൻ്റെയോ തിരുവനന്തപുരം ജില്ലയുടെയോ കേരളത്തിൻ്റെയോ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ ഒരു അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും ഭാരതത്തിൻ്റെ ഒരു വിശ്വകവാടമാണ്, ഇന്ത്യയുടെ ഒരു വിശ്വകവാടമാണ് വിഴിഞ്ഞം എന്നുള്ള ഒരു പ്രഖ്യാപനത്തിന് തത്തുല്യമായ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജ്യത്തിനെ സമർപ്പിക്കുവാനായിട്ട് ആദരണീയനായ പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേരുന്നത്. തുറമുഖത്തെ നിയന്ത്രിക്കുന്നത് ദക്ഷിണേഷ്യയിലെ തന്നെ ആദ്യ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റമാണ്. ഈ നാവിഗേഷൻ സിസ്റ്റം പൂർണ്ണമായി നിയന്ത്രിക്കുന്നതിൽ ഭൂരിഭാഗവും സ്ത്രീകളെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവിടുത്തെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അവിടുത്തെ ക്രെയിനുകളുടെ ഓപ്പറേഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ക്രെയിനുകളുടെ റിമോട്ട് കൺട്രോൾ ഓപ്പറേഷൻസ് എല്ലാം നിയന്ത്രിക്കുന്ന വ്യക്തികളിൽ നല്ലൊരു ശതമാനം സ്ത്രീകൾ നമുക്ക് അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അവിടെ കിടപിടിക്കുന്ന ഒരു മൂല്യം തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഭാരതത്തിൽ തന്നെ ആദ്യമായാണ് വനിതകൾ ക്രെയിൻ ഓപ്പറേറ്റേഴ്സായി നിലകൊള്ളുന്നത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനത്തിന് വക നൽകുന്ന ഒരു വിഷയമാണ്. തുറമുഖത്തെ സ്ഥിരം ചരക്കുപാതയും നിക്ഷേപങ്ങളുടെ ഗണ്യമായ വർധനവും വരാനിരിക്കുന്ന നല്ല കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കുമ്പോൾ ലോക കടൽ വ്യവസായം വന്നെത്തുന്നത് വിഴിഞ്ഞത്തേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2-ാം തീയതി തുറമുഖം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കും. വലിയൊരു സ്വപ്നമാണ് നമ്മൾ കടന്നു പോകുന്നത്. ക്യാമറമാൻ വിജയം സായിക്കൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതിരുന്നത് തെറ്റെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവിന് അയച്ച കത്ത് തനിക്ക് അദ്ദേഹം അയച്ചു തന്നു. അങ്ങനെ ഒരു കത്ത് അയച്ചതിൻ്റെ പേരിൽ പങ്കെടുക്കണമെന്ന അഭിപ്രായം തനിക്കില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കാതിരുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് അയച്ച കത്ത് ശ്രീ സതീശൻ എനിക്ക് അയച്ചു തന്നു. ആ കത്തിൽ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല, ഒരു ക്ഷണക്കത്ത് മാത്രമാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവ് പോകണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത് ശരിയായ നടപടിയല്ല. എത്ര വിചാരിച്ചാലും ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതി LDFന്റെ കുഞ്ഞാക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. അത് LDFന്റെ കുഞ്ഞല്ല, അത് UDFന്റെ കുഞ്ഞ് തന്നെയാണ്. പത്തനംതിട്ട ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്ര ഉത്സവം അലങ്കോലപ്പെടുത്താൻ CPM ശ്രമം നടക്കുന്നതിൽ ഭക്തജന പ്രതിഷേധം ശക്തം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൂട്ടുപിടിച്ച് CPM ക്ഷേത്രകാര്യങ്ങളിൽ അന്യായ ഇടപെടൽ നടത്തുന്നുവെന്നാണ് ഭക്തരുടെ ആരോപണം. പ്രതിഷേധ സൂചകമായി ഓമല്ലൂരിൽ ഇന്ന് ഭക്തർ നാമജപ ഘോഷയാത്ര നടത്തും. മെയ് 8-ന് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്ര ഉത്സവം തുടങ്ങുകയാണ്. 10 ദിവസം ആറാട്ടെന്ന പ്രത്യേകതയുള്ള ക്ഷേത്രമാണിത്. 7 കരകളുടെ നേതൃത്വത്തിലാണ് ഉത്സവ നടത്തിപ്പ്. ഉത്സവത്തിന് തൊട്ടുമുമ്പ് ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രവർത്തനം ദേവസ്വം ബോർഡ് മരവിപ്പിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് ഉത്സവം നടത്താനാണ് തീരുമാനം. ഇത് CPM ദേവസ്വം ബോർഡ് ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് ഭക്തജനങ്ങളുടെ ആരോപണം. വർഷങ്ങളായി ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടാൻ CPM ശ്രമിക്കുന്നുണ്ടെന്നും ഭക്തർ ഇത് തടഞ്ഞതോടെ CPM പ്രാദേശിക നേതൃത്വം വൈരാഗ്യബുദ്ധിയോടെ പ്രവർത്തിക്കുകയാണെന്നും ഭക്തജനങ്ങൾ ആരോപിക്കുന്നു. ഉത്സവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉപദേശക സമിതിയുടെ പ്രവർത്തനം മരവിപ്പിച്ചത് ഉത്സവ നടത്തിപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഭക്തർ. ഭക്തജനങ്ങൾക്കിടയിൽ വലിയൊരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഇന്നത്തെ പത്രവാർത്ത അനുസരിച്ചിട്ട് ഓമല്ലൂർ അമ്പലത്തിലെ ഉത്സവം ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നടത്തുകയാണെങ്കിൽ മുൻ വർഷങ്ങളിൽ കരക്കമ്മിറ്റിയും പിന്നെ ഉപദേശക സമിതിയും അതേപോലെ തന്നെ കരപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പൊതു കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഭംഗിയായി ഉത്സവം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നാമമാത്രമായ ആൾക്കാരെ വെച്ചുകൊണ്ട് ഇനിയും വരുന്ന 7-8 ദിവസം കൊണ്ട് വലിയൊരു തുക സമാഹരിച്ച് ഫണ്ട് കണ്ടെത്തി ഉത്സവം നടത്തുക എന്ന് പറയുന്നത് ഭാരിച്ച ഒരു ചുമതലയാണ്. ഈ ഉത്സവം നടത്തി പരിചയമുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ കമ്മിറ്റിക്കാർക്കും അതേപോലെ തന്നെ ഭക്തജനങ്ങൾക്കും വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികളും ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നതിലും പോലും ശ്രദ്ധ ചെലുത്താതെയാണ് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും ഭക്തരുടെ ആരോപണം. ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ നിർമ്മാണങ്ങൾ പലതും
നടക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് പൈസ അനുവദിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ ഈ ഓഫീസ് ഈ ഉപദേശ സമിതി പണിയാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും കോൺട്രാക്ടറുമായിട്ട് ചേർന്ന് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ഉത്സവത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്ര പരിസരം മൊത്തം ഭക്തജനങ്ങൾ ഇറങ്ങി വൃത്തിയാക്കുന്നതാണ്. ഈ പ്രാവശ്യം എല്ലാം വളരെ കാട് കയറി കിടക്കുന്ന ഒരവസ്ഥയാണ്. ഒരാഴ്ച 8 ദിവസം കൂടെ മാത്രമേ ഉത്സവത്തിന് ബാക്കി നിൽക്കുന്നേ. ഇതൊന്നും നടക്കാത്ത ഈ ഒരു അവസരത്തിൽ ഭക്തജനങ്ങൾ വളരെയേറെ ആശങ്കയിലാണ്. ഭഗവാന്റെ ഉത്സവം എങ്ങനെ നടത്തും എന്നുള്ളത്. ക്ഷേത്രകാര്യങ്ങളിൽ CPM അന്യായമായി ഇടപെടൽ നടത്തുന്നതിനെതിരെ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഭക്തർ പ്രതിഷേധ നാമജപ ഘോഷയാത്രയും ഭക്തജന സംഗമവും നടത്തും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് K ഹരിദാസ് കുമാർ നാമജപ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ജനം, പത്തനംതിട്ട. ഉച്ചവാർത്ത ഇവിടെ പൂർത്തിയാവുന്നു. നമസ്തേ.